ആ നാട്ടുകാർ അവനെ ആ നാട് മുഴുവനിട്ട് ഓടിച്ചു. അവസാനം അവൻ മരണപ്പെട്ടു. ആ നാട്ടിലെ ഒരാളായിരുന്നു കേളു. കേളുവിന് 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. ദുർമന്ത്രവാദം നടത്തുന്ന കുടുംബത്തിലെ ആളാണെന്നും പറഞ്ഞ് കേളുവിന് ആ നാട്ടിൽ ജോലിയും ഭക്ഷണവും അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞതായിരുന്നു കേളുവിൻ്റെ ജീവിതം. അങ്ങനെ ഇരിക്കെ അവിടെയുള്ള ഒരു വലിയ തറവാട്ടിൽ ഒരു വിശേഷ ദിവസം വന്നു. അതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഭക്ഷണം അധികം വന്നപ്പോൾ പുറകിലെ പറമ്പിൽ അത് കളയുന്നത് കേളു കണ്ടു. ആരുമില്ലാത്ത സമയം നോക്കി അത് പോയി എടുക്കാമെന്ന് കേളു തീരുമാനിച്ചു. പക്ഷേ കേളു ആ ഭക്ഷണം എടുക്കുന്നത് അവിടുത്തെ വീട്ടുകാർ കണ്ടു. അങ്ങനെ കേളുവിനെ പിടിച്ചു കെട്ടി. ആ വീട്ടുകാരും നാട്ടുകാരും അവനെ കുറേ തല്ലി. നിനക്ക് ഈ ഭക്ഷണം വേണമെങ്കിൽ ഞങ്ങൾ പറയുന്നതുവരെ ഈ നാട് മുഴുവൻ നീ നിർത്താതെ ഓടണം, ആ നാട്ടുകാർ അവനോട് പറഞ്ഞു. വിശന്നിരിക്കുന്ന അവൻ്റെ കുട്ടി അവനോർത്ത് കേളു ഓടാൻ തുടങ്ങി. പക്ഷേ അധികം നേരം അവന് ഓടാൻ കഴിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കുഴഞ്ഞു വീണ് മരിച്ചു. നാട്ടുകാരോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് കേളുവിൻ്റെ ആത്മാവ് നടപ്പൻ എന്ന ദുരാത്മാവായി മാറിയതെന്ന് പറയപ്പെടുന്നു. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. കേളുവിൻ്റെ കുട്ടിക്ക് എന്ത് പറ്റി? അതറിയണമെങ്കിൽ പാർട്ട് 3 എന്ന് കമൻറ്റ് ചെയ്യുക. ഇത്ര നേരം കണ്ടു നിന്നതിൽ നന്ദി.